നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പിഴവ് സമ്മതിച്ചു. ശസ്ത്രക്രിയക്കിടെ കൗമാരിക്കാരി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് സമ്മതിച്ച് ഡോക്ടർ. ലിമറിക് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലായിരുന്നു അതിദാരുണമായ സംഭവം നടന്നത്. പിഴ ഈടാക്കാൻ ഉത്തരവ്. M50 റോഡിൽ സ്ഥിരമായി ടോൾ നൽകാതെ മുങ്ങുന്നവർക്ക് പൂട്ട്. കടന്നുകളയുന്നവരിൽ നിന്നും വൻതുക പിഴയായി ഈടാക്കാൻ കോടതി ഉത്തരവിട്ടു. ഐറിഷ് പൗരന് ദാരുണാന്ത്യം. ആൽപ്സ് പർവ്വതനിരകളിലുണ്ടായ ഹിമപാതത്തിൽ പരിക്കേറ്റ ഐറിഷ് പൗരൻ മരിച്ചു. 50 വയസ്സുള്ള വ്യക്തിയായിരുന്നു ചികിത്സയ്ക്കിടെ മരിച്ചത്. തിരക്ക് വർദ്ധിക്കുന്നു. മുള്ളിങ്കർ റീജിയണൽ ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് വർദ്ധിക്കുന്നു. ഇതേ തുടർന്ന് അടിയന്തര സാഹചര്യമില്ലാത്ത രോഗികൾ മറ്റുള്ള ആശുപത്രികളുടെ സേവനം തേടണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉപയോഗം നിർത്തിവെച്ച് ഡബ്ലിൻ സിറ്റി കൌൺസിൽ. ഗ്രോക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അയർലൻഡിലെ റോഡുകളിലെ ചിഹ്നങ്ങൾ മാഞ്ഞു പോകുന്നതിൽ പരാതി. ചിഹ്നങ്ങൾ മാഞ്ഞുപോയത് ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ നിരവധി പേർ തോൽക്കാൻ കാരണമായി എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഐറിഷ് വിപണിയിൽ തിരിച്ചടി. അയർലൻഡിലെ ലാഭത്തിൽ കനത്ത തിരിച്ചടി നേടി സ്വീഡിഷ് ഫർണിഷിംഗ് ഭീമനായ ഐക്കിയ. 2024 നികുതിക്ക് മുൻപുള്ള ലാഭം 70.5% കുറഞ്ഞു. ജനശ്രദ്ധയാകർഷിച്ച് ഗാർഡയുടെ പുതിയ ആപ്പായ ഹെൽപ്പ് ഫോർ യു ജനശ്രദ്ധ നേടുന്നു. ലൈംഗിക അതിക്രമം നേരിടുന്ന കുട്ടികൾക്കും കൗമാരക്കാർക്കും സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ആപ്പ് നിർമ്മിച്ചത്. മുൻ പരിശീലകൻ തടവ്. ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ ആൾമാറാട്ടം നടത്തിയ മുൻ ഡ്രൈവിംഗ് പരിശീലകന് ജയിൽ ശിക്ഷ. 12 മാസത്തെ തടവിനാണ് പ്രതി ഡാനിയൽ ട്രിഫാനിനെ കോടതി ശിക്ഷിച്ചത്. പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ്. അയർലൻഡിൽ പോലീസിന്റെ പേരിൽ തട്ടിപ്പ്. ഇതേ തുടർന്ന് പോലീസ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നാസയിൽ നിന്നും വിരമിച്ച് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് വിരമിക്കൽ. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ടെറ്റ്സുയ യമഗാമിക്ക് ജീവപര്യന്തം. 2022 പ്രചാരണ പരിപാടിക്കിടെ ഷിൻസോയെ ഇയാൾ വെടിവെച്ചു കൊലപ്പെടുത്തിയത്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത് വിദ്വേഷ പരാമർശങ്ങളാണെന്ന് മദ്രാസ് ഹൈക്കോടതി. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് തുടക്കമിടുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നുവെന്നും കോടതി പറഞ്ഞു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെയും ആശ്രിതരെയും തിരികെ എത്തിക്കും. സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. യുവാവിനെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ പ്രതിയായ വടകര സ്വദേശിനി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. ഒളിവിൽ കഴിയുന്നതിനിടെ ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം. എന്നാൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തുടരും. മെസ്സി വരില്ല. അർജന്റീനിയൻ താരം ലയണൽ മെസ്സി മാർച്ച് മാസത്തിലും കേരളത്തിൽ എത്തിയേക്കില്ല. മാർച്ചിൽ അർജന്റീനയുടെ 2 മത്സരങ്ങളും ഖത്തറിൽ നടക്കും. പിന്തുണച്ച് പാകിസ്ഥാൻ. T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്കില്ലെന്ന ബംഗ്ലാദേശ് ടീമിന്റെ നിലപാടിനെ പിന്തുണച്ച് പാക് ക്രിക്കറ്റ് ബോർഡ്. ICC നിർണായക തീരുമാനമെടുക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചത്. അയർലൻഡിൽ മഴ. അയർലൻഡിൽ വരും ദിവസങ്ങളിൽ താരതമ്യേന ശക്തമായ മഴ ലഭിക്കുമെന്ന് പ്രവചനം. നല്ല തണുപ്പും കാറ്റും അനുഭവപ്പെടും. മഴയ്ക്ക് ശമനം. കേരളത്തിൽ മഴ ശമിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ദിവസത്തേക്ക് ജില്ലകളിൽ മുന്നറിയിപ്പില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.